എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരാണ് അത്യാഗ്രഹിയായ സിംഹം. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം വസിച്ചിരുന്നു. അത്യാഗ്രഹിയായ ആ സിംഹം ദിവസവും തന്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ എല്ലാം കൊന്നു തിന്ന് അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സിംഹം പതിവ് പോലെ ഉച്ചയുറക്കവും കഴിഞ്ഞ് രാത്രിയിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തേടി ഇറങ്ങിയപ്പോഴാണ് മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുയലിനെ സിംഹം കണ്ടത്. മുയലിനെ കണ്ടതും സിംഹത്തിന് വളരെയധികം സന്തോഷമായി. അവൻ പറഞ്ഞു, ആഹാ, കൊള്ളാമല്ലോ, നല്ല മുയൽ. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം മുയൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആഹാരം തേടി ഇനി അലയുകയും വേണ്ട. ഇതും പറഞ്ഞ് ആ സിംഹം ഉറങ്ങിക്കിടക്കുന്ന മുയലിന്റെ അടുത്തേക്ക് പമ്മി പമ്മി പോകാൻ തുടങ്ങി. അപ്പോഴാണ് സിംഹം മറ്റൊരു കാഴ്ച കണ്ടത്. കുറച്ചകലെയായി അതാ തടിച്ചു കൊഴുത്ത ഒരു മാൻ. മാനിനെ കണ്ടതും സിംഹത്തിന്റെ വായിൽ വെള്ളമൂറി. അവൻ പറഞ്ഞു, ഒരു നിസ്സാരനായ മുയലിനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് രാത്രിയിൽ ഈ തടിച്ചു കൊഴുത്ത മാനിനെ തന്നെ കഴിക്കുന്നതല്ലേ. ഇതും പറഞ്ഞ് അവൻ മാനിന്റെ അടുത്തേക്ക് പാഞ്ഞു. സിംഹത്തിനെ കണ്ടതും മാൻ അതിവേഗം ഓടി. സിംഹമുണ്ടോ പിന്മാറുന്നു. അവൻ മാനിന്റെ പിന്നാലെ പാഞ്ഞു. സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മാൻ ഉൾക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഇനി മാനിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിംഹം നിരാശയോടെ തിരിച്ചു നടന്നു. അപ്പോഴും മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സിംഹത്തിന്. എന്നാൽ മുയൽ ഉറങ്ങിക്കിടന്ന മരച്ചുവട്ടിൽ വന്നു നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. മുയലിനെ അവിടെ എങ്ങും കണ്ടില്ല. അതും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അപ്പോഴേക്കും സമയവും ഏറെ വൈകി. അത് കണ്ട സിംഹം പറഞ്ഞു, മുയലിനെ എനിക്ക് അനായാസം ആഹാരമാക്കാമായിരുന്നു. എന്നാൽ മാനിനെ കണ്ടപ്പോൾ ഞാൻ അത്യാഗ്രഹിയായി തീർന്നു. ഇപ്പോൾ കയ്യിൽ കിട്ടിയ മുയലുമില്ല, മാനുമില്ല. അങ്ങനെ കയ്യിൽ കിട്ടിയ മുയലിനെയും കളഞ്ഞിട്ട് മാനിന്റെ പുറകെ പോയ സിംഹത്തിന് അവസാനം രാത്രിയിൽ പട്ടിണി കിടക്കേണ്ടതായും വന്നു. അപ്പോൾ ഇന്നത്തെ കഥയുടെ ഗുണപാഠം എന്താണ്? അത്യാഗ്രഹം പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും. നന്ദി.